ശ്രീ KVS ഹരിദാസ്, നോക്കൂ, കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടേണ്ടതില്ല ആദ്യം തന്നെ എന്നുള്ളതാണ് നിലവിലത്തെ സർക്കാരിന്റെ നയം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാമായിരുന്നു കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ വരെ പോയി സമരം ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. ഈ സമീപകാലത്തും പല സർക്കാരുകൾക്കും നയപ്രഖ്യാപനത്തിൽ ഗവർണർക്ക്, അവിടെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ ഗവർണർക്ക് കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം ഒഴിവാക്കി ആ നയപ്രഖ്യാപനം വായിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പതിവ് വിരുദ്ധമായാണ് കേരളത്തിൽ നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്നത് കാണാത്തത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു, ധനമന്ത്രിയെ കണ്ടിരുന്നു, ഭരണത്തിന് എല്ലാ പിന്തുണയും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു നയത്തിലേക്ക് ഈ സർക്കാർ മാറുന്നത്? നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എന്താണ് BJP അതിൽ കാണുന്നത്? ഞാൻ അതിനു മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം 10 വർഷം മുമ്പ് നരേന്ദ്രമോദിയെ പോയി കണ്ടതിന് ശേഷം പത്രക്കാരോട് പറഞ്ഞ 2-3 വാചകങ്ങളുണ്ട്. അസിത ഒന്ന് നോക്കണം, നിങ്ങളുടെ ലൈബ്രറിയിലും കാണും. അത് മോഡി പറഞ്ഞു എന്ന് നമ്മളോട് പറഞ്ഞത് പിണറായി വിജയൻ തന്നെയാണ് ഡൽഹിയിൽ. അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാമോ? ഇത് നിങ്ങളുടെ വീട് പോലെയാണ്, എന്താവശ്യമുണ്ടെങ്കിലും വരാം, എന്ത് സഹായവും ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. അന്ന് നരേന്ദ്രമോദി പിണറായി വിജയനോട് പറഞ്ഞത് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ആ കാലഘട്ടത്തിൽ 10 വർഷം മുമ്പത്തെ അനുഭവമാണ്. നരേന്ദ്രമോദി അദ്ദേഹത്തെ കാണാൻ വരുന്ന മുഖ്യമന്ത്രിമാരോടും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരോടും അതുപോലെയേ പെരുമാറാറുള്ളൂ. അത് അദ്ദേഹത്തിനോട് അടുത്ത പരിചയമുള്ളവർക്കൊക്കെ അറിയാം. ഇപ്പോൾ സതീശൻ പോയപ്പോഴും അതേപോലെ തന്നെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ കുറേ അവതരിപ്പിച്ചു എന്നാണ് സതീശൻ പറയുന്നത്. നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് സതീശൻ പറഞ്ഞത് എന്നുള്ള വേർഷൻ നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. നമ്മൾ അറിയുന്നത് സതീശൻ പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അവതരിപ്പിച്ചു, വളരെ പോസിറ്റീവായിരുന്നു. ആഭ്യന്തരമന്ത്രിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 സന്ദർശനങ്ങളും 2 കൂടിക്കാഴ്ചകളും നമ്മൾ സതീശൻ ആഗ്രഹിച്ചത് പോലുള്ള ചില റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ, അല്ലെങ്കിൽ കേരളത്തിലെ പൗരനാണ് ഞാൻ. അതുകൊണ്ട് സതീശൻ്റെ വാക്കുകളെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കണം ഈ സമയത്ത്. കാരണം നരേന്ദ്രമോദി അങ്ങനെയേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെയേ പെരുമാറിയിട്ടുള്ളൂ. ഞാൻ മുൻപ് ചോദിച്ചതുപോലെ തന്നെ മുൻകാലങ്ങളിൽ അങ്ങനെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പല വിഷയങ്ങളിലും കേന്ദ്ര നേതാക്കളെയൊക്കെ പ്രധാനമന്ത്രി അടക്കം പോയി കാണുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താങ്കൾ പറഞ്ഞ നിലയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗവർണർ അടക്കം പങ്കെടുക്കുന്ന ചില പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം അതിലൊക്കെ ഒരു ഡീൽ എന്നുള്ളതോ നീക്കുപോക്ക് എന്നുള്ളതൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. പക്ഷെ സാധാരണ നിലയിൽ ഗവർണറുമായി കേന്ദ്ര സർക്കാരുമായി ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത സംഘടനയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് സ്വാഭാവികമാണ്. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ആ നിലപാടുണ്ടാകുന്നു. പക്ഷേ മുൻപത് കണ്ടിട്ടുണ്ടോ? അല്ല, മുമ്പ് സതീശൻ ഞാൻ പറഞ്ഞു, അസിത പറഞ്ഞത് ശരിയാ. നിയമസഭയിലും പുറത്തുമൊക്കെ നരേന്ദ്രമോദി പിണറായി വിജയനെ കാണുമ്പോഴും, അല്ലെങ്കിൽ പിണറായി വിജയൻ പോയി നരേന്ദ്രമോദിയെ കാണുമ്പോഴും, അതുപോലെ തന്നെ ഗവർണറും പിണറായി വിജയനും തമ്മിൽ നല്ല ഇക്വേഷനുള്ള സമയത്തും ഒക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സതീശനും മുഖ്യമന്ത്രി കസേരയിലെത്തിയപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ വേണം. വസ്തുതകൾ മനസ്സിലാക്കി പെരുമാറാനുള്ള വിവേകം സതീശനുണ്ട്. അതാണ് ഇപ്പോൾ സതീശൻ കാണിക്കുന്നത്. അത് കേരളത്തിൻ്റെ നന്മയ്ക്കാണ്, കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിന്തിക്കട്ടെ. ചിന്തിക്കണതിൽ എന്താ തെറ്റുള്ളത്? നമ്മളിപ്പോഴേ കുറ്റം പറയണ്ട. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇത്രയും ദിവസങ്ങളല്ലേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം. കേരളത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അസിത, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഞാൻ മുഴുവൻ പിണറായി സർക്കാരിൻ്റെ 10 വർഷത്തെ കൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ കുറേ നാളായാലും 47 മുതൽ കേരളം ഭരിക്കുന്ന എല്ലാ സർക്കാരുകളുടെയും സൃഷ്ടിയാണ്. അതിലൊരു വലിയ പങ്ക് KN ബാലഗോപാലിൻ്റെയും തോമസ് ഐസക്കിൻ്റെയും കാലഘട്ടത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ കേരളത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളൊക്കെ ഒന്നിച്ച് നിൽക്കണം. ഇതാണ് BJPയുടെയും കാഴ്ചപ്പാട്. BJP ഇന്ന് പ്രതിപക്ഷത്തുണ്ട്. 3 MLA-മാർ നിയമസഭയിലുണ്ട്. BJP എടുത്ത നിലപാടെന്താ? ഞങ്ങളൊരു പ്രോ ആക്റ്റീവ് ഒപ്പോസിഷനായിരിക്കും. കേരളത്തിൻ്റെ വികസനത്തിന്, വികസിത കേരളത്തിന് വേണ്ടിയിട്ട് നല്ല പദ്ധതികൾ കൊണ്ടുവന്നാൽ അതിനെ പിന്തുണയ്ക്കും.
അതിന് കേന്ദ്രത്തിൻ്റെ സഹായം വേണമെങ്കിൽ ഇവർക്കൊപ്പം പോയി പ്രധാനമന്ത്രിയെ കാണാൻ, ധനകാര്യമന്ത്രിയെ കാണാൻ ഒക്കെ തയ്യാറാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ സമീപനം. ഞങ്ങളൊരു പ്രോ ആക്റ്റീവാണ്, അതേസമയത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണുള്ളത്. അത് മനസ്സിലാക്കി പെരുമാറാൻ സതീശനും തയ്യാറാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആദ്യ റൗണ്ടിൽ ഞാൻ അത്രയും സൂചിപ്പിക്കുന്നു. കേരളത്തിൻ്റെ നന്മ, കേരളത്തിൻ്റെ വികസനം, കേരളത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ അതിനൊക്കെ ആവശ്യമായ സമീപനവും നിലപാടുകളുമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത്. അതാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.